രാജുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനും അത് കണ്ടുപഠിക്കണമെന്ന്. എന്താ വെച്ചാൽ അവന് എനിക്ക് തോന്നുന്നു ഈ വെളിയിലൊക്കെ പോയി പഠിച്ചുകൊണ്ടാണെന്നോ പല കാര്യങ്ങളും ഒരു ജസ്റ്റ് ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടിൽ അങ്ങ് വിടും. കാരണം അതൊക്കെ ഇങ്ങനെ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകും. അപ്പം ഞാൻ വിചാരിക്കും നമ്മളൊക്കെ ആണെങ്കിൽ എൻ്റെ പ്രായം കൊണ്ടായിരിക്കും അപ്പോൾ കഷ്ടമുണ്ട് ദൈവമേ, ഇത് അറിഞ്ഞുപോലും ഇല്ലല്ലോ, ഇത് എന്തിനാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. ടെൻഷനാവും. ഒരു തെറ്റും ചെയ്യാത്തവൻ്റെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത് അതൊരു ശരിയായ പ്രവണതയല്ലല്ലോ. പിന്നെ ഇപ്പം ഞാനും വിചാരിക്കും, ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവൻ ഇതൊക്കെ ആയിരിക്കും ജോലി. ഇതൊക്കെ രാജു പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു മാനസികമായ ഒരു നമ്മൾ പോസിറ്റീവായി എടുത്താൽ നമ്മളെ അത് ബാധിക്കില്ല. ഇന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് ടെൻഷൻ അടിച്ചാൽ നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. അല്ല, സത്യം ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഇടയ്ക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് പറയാനുള്ളത്, രാജുവിൻ്റെ അഹങ്കാരം എന്ന് ശത്രുക്കൾ വിശേഷിപ്പിക്കുന്നത് അതൊരു പോസിറ്റീവായ അഹങ്കാരം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവന് എന്തിനാണ് അഹങ്കാരി എന്നവർ വിളിക്കുന്നത്, അതിൻ്റെ കാരണങ്ങൾ ഒരു പക്ഷേ ഈ എഴുതുന്നവർക്കും അത് വായിച്ച് രസിക്കുന്നവർക്കും അറിയത്തില്ലെങ്കിലും കേരളത്തിലെ പ്രേക്ഷകർക്കറിയാം.